നമസ്കാരം. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം മുറുകുന്ന സാഹചര്യത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് ഒരുങ്ങുകയാണ്. AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും തിരുവനന്തപുരത്ത് MLA-മാരുമായും ഘടകകക്ഷി നേതാക്കളുമായി നടത്തിയ ചർച്ചകൾ പൂർത്തിയാക്കി ഡൽഹിക്ക് മടങ്ങിയിരുന്നു ഇന്നലെ. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഭൂരിപക്ഷം ലഭിച്ച സാഹചര്യത്തിൽ പോലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അടി തുടങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ അത് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. VD സതീശന് വേണ്ടിയും KC വേണുഗോപാലിന് വേണ്ടിയുമൊക്കെ ആളുകൾ തെരുവിലിറങ്ങുകയും ഫ്ലക്സുകളിൽ പാലഭിഷേകം നടത്തുകയും മുതിർന്ന നേതാക്കൾ പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും MLA-മാരുടെ പിന്തുണയാണ് മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിൽ നിർണായകമെന്നാണ് നിരീക്ഷകർ പറയുന്നതെങ്കിലും ഘടകകക്ഷികൾ ഒന്നടങ്കം VD സതീശനായി രംഗത്ത് വന്നത് ഹൈക്കമാൻഡിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനാണെന്നും എന്നാൽ ഘടകകക്ഷികളുടെ പൂർണ്ണ പിന്തുണ VD സതീശനാണെന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ. സതീശന്റെ പേര് മുസ്ലിം ലീഗ് നേരിട്ട് നിർദ്ദേശിച്ചപ്പോൾ നിലവിലെ MLA തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടിലൂടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പരസ്യമായി തന്നെ എതിർക്കുന്ന സാഹചര്യവുമുണ്ട്. പൊതുവികാരത്തിന് വിരുദ്ധമായ തീരുമാനമുണ്ടായാൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയുണ്ടാകുമെന്നും സർക്കാരിന്റെ തുടക്കം തന്നെ പാളുമെന്നും ഘടകകക്ഷികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം AICC അധ്യക്ഷന് വിട്ടുകൊണ്ടുള്ള പ്രമേയം നിയമസഭാ കക്ഷി യോഗം ഐക്യകണ്ഠേന പാസാക്കിയിരുന്നു. നിരീക്ഷകർ MLA-മാരുടെയും MP-മാരുടെ അഭിപ്രായം വ്യക്തിപരമായി കേട്ടിട്ടുണ്ട്. KC വേണുഗോപാൽ പക്ഷം 45 MLA-മാരുടെ പിന്തുണ അവകാശപ്പെടുമ്പോൾ VD സതീശൻ പക്ഷം 35 പേരുടെയും രമേശ് ചെന്നിത്തല പക്ഷം 23 പേരുടെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്നും വാദിക്കുന്നു. എന്നാൽ MLA-മാരുടെ എണ്ണത്തിനപ്പുറം സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യവും പൊതുജന വികാരവും പരിഗണിക്കണമെന്ന് തന്നെയാണ് സതീശൻ പക്ഷത്തിന്റെ ആവശ്യം. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഇത്രയധികം ആശങ്കകളും ചർച്ചകളും എന്തിനാണെന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല, രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എല്ലാ കാര്യങ്ങളും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ എല്ലാം സെൻട്രലൈസ്ഡ് ആവുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നത്. കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ MLA-മാർക്കും അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കും ആവശ്യമുള്ളൊരു മുഖ്യമന്ത്രിയെ കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് പകരം ഡൽഹിയിൽ നിന്നും ഒരാളെ കെട്ടിയിറക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നിരീക്ഷകർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലാവും എന്തായാലും ഇനി നിർണായക ചർച്ചകൾ നടക്കുക. ശനിയാഴ്ച VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവരെ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ പലയിടങ്ങളിലും VD സതീശനായി തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ തുടങ്ങിയതും നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഘടകകക്ഷികളുടെ കടുത്ത എതിർപ്പ് മറികടന്ന് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയും ഹൈക്കമാൻഡിനുണ്ട്. അതേസമയം താനല്ല തെരഞ്ഞെടുക്കപ്പെട്ടതെങ്കിൽ VD സതീശൻ കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങുമെന്ന സൂചനകളും കോൺഗ്രസിനുള്ളിൽ സജീവമാണ്. അദ്ദേഹം മന്ത്രിസഭയിൽ പോലും ഉണ്ടാവില്ല, MLA മാത്രം തുടരും എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും ആശങ്ക തുടരുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഇന്നെങ്കിലും തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.